അപ്പൊ ഇനി നമുക്കൊരു ദിലീപേട്ടന്റെ ഒരു പടത്തിലോട്ട് പാണ്ടിപ്പട അടുത്ത ഒരു റാഫി മക്കാട്ടിന്റെ പടമാണ്. അപ്പോൾ ഈ പാണ്ടിപ്പട പ്രകാശ് രാജ് ഒരു വലിയ ആക്ടർ അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ പ്രോജക്റ്റിലോട്ട് വീണ്ടും ചേട്ടൻ തന്നെ വന്നു. അതെ, അത് CID മൂസ കഴിഞ്ഞ് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത പടമാണ്. ഊട്ടിയിൽ ഞങ്ങൾ ഇതിന്റെ കൊച്ചി രാജാവിന്റെ ഒരു പാട്ടൊക്കെ എടുത്ത് അന്ന് രാത്രി അവിടെ പടം ഫിനിഷ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ച്, അപ്പോൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ദിലീപ് എന്നെ കയറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, പൊള്ളാച്ചിക്ക് പോകുന്നത്. അവിടെ പൊള്ളാച്ചിയിൽ ഞങ്ങൾ എത്തുന്നു, അവിടെ വെച്ചാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പക്ഷേ റാഫി മക്കാട്ടിൻ എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അവിടെ ചെയ്തത്. രാത്രിയിൽ ഇവർ ഷൂട്ട് ചെയ്യല, മറ്റേ രാത്രി അതിനുള്ള മുമ്പുള്ള പടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും രാത്രി ലേറ്റ് നൈറ്റ് ഇവരൊരു 6 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഷൂട്ടിംഗ് നിർത്തും. അതിനപ്പുറത്തേക്ക് ഇവർ പോവുകയല്ല. അങ്ങനെയുള്ള രീതിയിലായിരുന്നു അന്ന്. പിന്നെ ഭയങ്കര രസമായിരുന്നു. അവിടെ ഞങ്ങൾ താമസിച്ചൊരു ഹോട്ടലിന് നടുക്കൊരു ഷട്ടിൽ കോക്ക് കോർട്ടുണ്ട്. 6 മണി കഴിഞ്ഞാൽ എല്ലാവരും കുളിച്ചിട്ട് വന്നൊരു ഷട്ടിൽ കോക്ക് കളിയാണ്, ഭയങ്കര കളി. അപ്പോൾ റാഫിയാണ് അസാമാന്യമായിട്ട് കളിക്കുക. ഞാനാണേലും ഒരു ഡിസ്ട്രിക്ട് പ്ലെയർ ഒക്കെ ആയിരുന്നു. പക്ഷേ റാഫിയുടെ ഒന്നും അടുത്ത് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും തട്ട് കിട്ടിയത് ചോദിച്ചാൽ മതിയായിരുന്നു. അത്ര നല്ല രീതിയിൽ അവർ പ്ലേ ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ ക്രേസ് ആയിട്ട് മാറി. അവസാനം ഒരു മിക്കവാറും 4:30 5 ആകുമ്പോൾ പാക്കപ്പ് ചെയ്ത് വന്നിട്ട് ഷട്ടിൽ കോക്ക് കളിയാണ്. പിന്നെ പ്രകാശ് രാജിനും അവിടെ റൂമുണ്ട്. പ്രകാശ് രാജ് അത്യാവശ്യം നന്നായിട്ടൊക്കെ സ്മോളൊക്കെ കഴിക്കുന്ന, പക്ഷേ പുള്ളി ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അവിടെ അടി ഇവിടെ അടി എന്നൊക്കെ പറഞ്ഞ് മോളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന ഒരു പ്രകാശ് നേരിട്ടിട്ടുണ്ട്. ഈ ഞാൻ വിചാരിച്ച സിനിമയ്ക്ക് വേണ്ടി എക്സ്പ്രഷൻ ഇടുന്നതായിരിക്കും, പക്ഷെ പുള്ളി യഥാർത്ഥ സംസാരിക്കുന്നു. അല്ല, ഞാൻ പറയാം കണ്ണുകൊണ്ടുള്ള അത് നമ്മളെ ഇങ്ങനെ നോക്കിയാൽ അതിനകത്ത് നമുക്കങ്ങ് തോന്നും. അദ്ദേഹം അതായത് ചിലർ നോക്കിയാൽ നമുക്ക് തോന്നില്ല. അവിടെ ഇപ്പൊ ചില ആർട്ടിസ്റ്റുടെ പേര് പറയുന്നില്ല, ചിലർ നോക്കിയാൽ നമുക്ക് അവിടെ ഒന്നും കണ്ടതായിട്ട് തോന്നുകയല്ല. ഇദ്ദേഹം ഒന്ന് നോക്കിയാൽ അവിടെ എന്തോ കണ്ടു എന്ന് നമുക്ക് തോന്നും. അതുപോലത്തെ കണ്ണിന്റെ എക്സ്പ്രഷൻ ആകുമ്പോഴേക്കുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ജോർജ് സാർ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന് അതുപോലെ തന്നെ ചിരിച്ചോണ്ട് വില്ലത്തരം ഒരു ഇത്. അത് എനിക്ക് തോന്നുന്നു 20 എന്ന് പറഞ്ഞ പടം മണിരത്നം ചെയ്തപ്പോ മോഹൻലാലിനോട് കിട പിടിക്കാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റിനെ പുള്ളി സെലക്ട് ചെയ്തതായിരുന്നു. അത് എന്ത് ഭംഗിയായിട്ടാണ്. പ്രകാശ് രാജിന്റെ കൂട്ടത്തിൽ വർക്ക് ഭയങ്കര രസമാണ്. ഭയങ്കര ഡിസിപ്ലിനും ഉണ്ട്, എന്നാൽ എക്സ്പ്രഷൻ വൈസ് പുള്ളി നമ്മളെ വെരട്ടിക്കളയും. അതുപോലെ അതിനകത്ത് അവസാനത്തെ ക്ലൈമാക്സിൽ ആയിരപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്തൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഡാൻസ് കളിച്ചിരിക്കുന്നത്. അതിനകത്ത് ആ വില്ലത്തരം പുള്ളിയുടെ ഇതുണ്ട്. പുള്ളി ചിരിച്ചോണ്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ആ വില്ലത്തരം പുള്ളിയുടെ മുഖത്തുണ്ട്. അത് ഇപ്പൊ എനിക്കത് ഈ ജോർജ് മാസ്റ്ററും ഇദ്ദേഹമാണ് അത്രയും ഗംഭീരമായിട്ട് ചെയ്തത്. ഭയങ്കര കക്ഷിയാണ്. പിന്നെ ഇതും എനിക്ക് തോന്നുന്നു ദിലീപേട്ടനും അശോകേട്ടനും കോമ്പിനേഷൻ, സലീമേട്ടൻ കോമ്പിനേഷൻ. നോർമൽ അവിടെ വന്നാൽ തന്നെ അതിന്റെ ഒരു ചിരിയുടെ പൊടി പോലുമാണ്. പിന്നെ രാജേട്ടന്റെ ഇതിപ്പോ പാണ്ഡിതുര പാണ്ഡിതുര എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് രാജ്, അപ്പുറത്ത് കറുപ്പയ്യ, രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. രാജേട്ടനും ഞാൻ പറഞ്ഞില്ല, വേറെ എക്സ്പ്രഷൻസ് ഒക്കെ ചില സമയത്തും ചില ഇത്. അപ്പം പ്രകാശ് രാജിന് ആ ലെവലിലോട്ടും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പ്രകാശ് രാജിനെയും നമുക്ക് സമ്മതിക്കാൻ, മലയാളം അറിയാൻ പാടില്ല, എന്നാലും പുള്ളി അത് പിടിച്ച് പലപ്പോഴും മലയാളം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബിങ് ഒക്കെ ഞാൻ അറിഞ്ഞിടത്തോളം പുള്ളി തന്നെ ഡബ് ചെയ്ത് പോവുകയായിരുന്നു. നമ്മുടെ ഡയറക്ടേഴ്സ് അവിടെ വേണ്ടായിരുന്നു, പുള്ളി തന്നെ ആ മലയാളവും തമിഴ് കൂടെ ഒക്കെ മിക്സ് ചെയ്ത് പറഞ്ഞു പോവായിരുന്നു. എനിക്കറിയാം പുള്ളി മിക്സ് ചെയ്താ സംസാരിക്കുന്നത്. എല്ലാം അറിയാം, അരച്ച് കലക്കി കുടിച്ച. ഞാനിപ്പോ മീനയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ, മീന എന്ന് പറഞ്ഞ നമ്മുടെ അതുപോലെ തന്നെ സിനിമ അരച്ച് കലക്കി കുടിച്ച. പിന്നെ ഈ പറഞ്ഞ മോഹൻലാലിനെ പോലെ തന്നെ ചില കോമഡികളും ലൊക്കേഷനിലൊക്കെ ചില കോമഡികൾ ഉണ്ടാക്കും, എല്ലാവരോടും തമാശകളൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു നമ്മൾ കാണുന്ന ഒരു വില്ലനൊന്നും അല്ല പുള്ളി. ഭയങ്കര ഇതായിരുന്നു. ഈ ലൊക്കേഷൻ പൊള്ളാച്ചി തന്നെ. പൊള്ളാച്ചിക്ക് അടുത്തുള്ള ഒരു സ്ഥലം ഉടുമ്പൽപ്പെട്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പോർഷൻസ് പഴനിയിലുണ്ടായിരുന്നു, കുറച്ച് പോർഷൻസ് പൊള്ളാച്ചിയിലുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്കാണ് ഈ ഉടുമ്പൽപ്പെട്ട്. ദിലീപും അശോകേട്ടനൊക്കെ ഒരു
ഒരു കനാല് പോലെ ഒരു സ്ഥലം, അത് അതൊക്കെ ഉടുമ്പൽപെട്ട് ഉടുമ്പൽപെട്ടില്ല. തന്നെയുള്ള ഒരു ഡാമിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ. ശിരുവാണി ഡാം വേണ്ട ഡാം പരിസരം നന്നായിരുന്നു. അത് നല്ല നല്ല രസമുള്ള. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുതിരപ്പുറത്ത് പോകുന്ന അശോകനും ദിലീപും കൂടെ ഉണ്ട്. അത് നമ്മളൊരു വൈറ്റ് ഷോട്ട് വെച്ച് ചെയ്തിരിക്കുക അവര് പോകുന്ന, അപ്പൊ കുതിര തിരിഞ്ഞു വരും. അതിനൊക്കെ ഡബ് ചെയ്ത് കേട്ടിരിക്കുന്ന നമ്മൾ കണ്ടാൽ നമ്മള് കേട്ട് ചിരിച്ചു പോകും. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് അങ്ങ് ഡബ് ചെയ്ത് കേട്ടിരിക്കുക. അതൊക്കെ അവരുടെ ഒരു രണ്ടുപേരും കൂടെ ആയപ്പോ അസാമാന്യ കോമഡികൾ അതിനകത്തൊക്കെ വന്നു. അതിനകത്ത് വെച്ചിട്ടുണ്ട് മറ്റേ എം എ ഇവിടെ പഠിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവിടെ ദാരിദ്ര്യം, ഇവിടെ ദാരിദ്ര്യം ഇല്ലെന്ന്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ അങ്ങനെ. പിന്നെ ഒരു നല്ലൊരു സീക്വൻസ് ഉള്ളത്, പ്രകാശ് രാജ് വന്ന് രാജൻ പി ദേവിനെയും മോളെയും വണ്ടി ഒന്ന് ഇറങ്ങടാ വെളിയിൽ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന സമയത്ത്, അപ്പൊ ആ സമയത്ത് നവ്യ ഇംഗ്ലീഷ് കുറച്ച് ഡയലോഗ് പറയുന്നു. അതോടുകൂടി പുള്ളി തകർന്നു. പുള്ളിക്ക് ഇംഗ്ലീഷ് ഒരു പിടിയില്ല. പുള്ളി ഉടനെ പോയി അപ്പുറത്ത് പോയി ചമ്മി നിൽക്കുമ്പോഴേ ദിലീപ് പറയും വാട്ട് ഈസ് എ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ വന്ന് പുള്ളി കുറെ ഹിന്ദി ഡയലോഗ്, തമിഴ് ഡയലോഗ് എല്ലാം കൂടെ പറയാം. അപ്പം നവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാള് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാറൊക്കെയാ പറയും. അങ്ങനെ നവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ കിടന്ന് കളിക്കുന്ന കളിയാണ് എന്നുള്ളത്. പക്ഷെ അത് പുള്ളിക്കാരത്തി ആസ്വദിച്ച് ചെയ്യുന്നത്. അത് ആ സീക്വൻസ് ഒക്കെ ഭയങ്കര ചിരി കിട്ടിയ സീക്വൻസാ. പിന്നെ ഈ ബിഗിനിങ് നവിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, ഒരുപാട് കാശ് മുടക്കി ചെയ്തിരിക്കുന്ന സാധനം. അവിടെ ദിലീപ് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു വിരഹ കാമുകനെ പോലെ ഒരു വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഇവര് തമ്മിൽ കാണുന്നത്. അതിന് ശേഷം ഈ അമ്പലത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ദിലീപിന്റെ പാസ്റ്റ് പറയുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ആ ഓരോ സമയത്തും പുള്ളി ഒരു താഴെയുള്ള ഒരു സാധനം തട്ടിത്തെറിപ്പിക്കും. അങ്ങനെ ഇത് ചിലപ്പോൾ ഒരു ആനപ്പിണ്ടമായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന ഒരു കരിയിലയായിരിക്കും. അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ പൊസിഷൻ വരുമ്പോൾ ഒരു കരിങ്കല്ല് കടന്ന് പുള്ളി കാല് വെച്ച് ഒരു തട്ടിത്തെറിപ്പിക്കല് ചെയ്തിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാറുന്ന ഒരു സാധനം. പിന്നെ ഇവളുടെ ഈ കുതിരവണ്ടിയുടെ പുറകിൽ ചേസ് ചെയ്ത് പോകുന്ന ഒരു സാധനമുണ്ട്. ഇവളകത്ത് കയറ്റുന്നില്ല ഇവനെ. കാമുകനൊക്കെ ആയിട്ട് പുള്ളി വലിയ ഇതൊക്കെ ഇട്ട. എന്നിട്ട് ഇവന്റെ കഥ പറയാനായിട്ടുള്ള ശ്രമമാണ് ഇവളെ കയ്യിലെടുക്കാനായിട്ട്. അപ്പൊ ആ സമയത്ത് കുതിരയുടെ ഡിക്കി തുറന്നു, ചാണകം വീഴുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സീക്വൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവൾക്കൊരു അച്ചാർ കമ്പനിയുണ്ട്. അച്ചാർ കമ്പനി കൊണ്ടുപോയിട്ട് ദിലീപിനെ കയറ്റിട്ട് ടേസ്റ്റ് ചെയ്യിക്കുകയാണ്. ദിലീപിട്ട് മാക്സിമം പണി കൊടുക്കുന്ന പോലെ ഉള്ള സാധനങ്ങളൊക്കെ ഒരുപാട് തമാശകൾ. എനിക്ക് അതിനകത്ത് ഞാൻ ഓർത്തിയിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ അശോകൻ പറയും ഈ ദിലീപ് അങ്ങോട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ ഇതെന്റെ അണ്ടർവെയർ ഇത് മാത്രമേ ഉള്ളൂ, എന്നെ ഉപദ്രവിക്കാതെ. അത് പോകുന്ന വിളിച്ചിട്ട് പറയുന്നത്. അപ്പൊ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സലീം കുമാറിന്റെ വെട്ടിയിട്ട് ബസ് പുള്ളിയെ ഒരു ആംബുലൻസ് അപ്പൊ പോവാന്ന് പറഞ്ഞ് പുള്ളി വിളിക്കുന്നുണ്ട്. അപ്പം ദിലീപ് വിളിക്കുന്ന ഭുവനചന്ദ്രൻ എന്നാ പുള്ളിയുടെ പേര്. അപ്പൊ ഭുവാന്നാ വിളിച്ചതെന്ന് പറഞ്ഞ് പുള്ളി അകത്ത് കയറുന്നു. പോടാ എന്നൊക്കെ അവ കാരണം ദിലീപ് കാരണം വെട്ടി കിട്ടിയതാണ് ഇയാൾക്ക്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചൊരു ഭയങ്കര ഹ്യൂമർ ഒക്കെ പ്ലേ ചെയ്തിട്ട് തല ഇങ്ങനെ തിരിച്ചു വെച്ചു. അപ്പൊ ഇപ്പൊ ഞാനോ എന്നൊക്കെ പറഞ്ഞ് മറ്റേയാള് ചോദിക്കുന്ന അങ്ങനെ ഭയങ്കര ഹ്യൂമർ. പിന്നെ എനിക്ക് അനീഫക്ക വരുന്നുണ്ട്. നിന്റെ ധൈര്യമൊക്കെ തമിഴ്നാട്ടിലെ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാടാം എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ വേറെ സാധനം എന്ന് പറഞ്ഞാൽ ദിലീപ് വണ്ടി ബസ്സിൽ കയറി പോകാൻ നേരത്ത് മറ്റേ ഒരു ഹനീഫിനെ പറഞ്ഞു വിട്ട് ആ വണ്ടിയെ ഇറക്കി കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം ദിലീപ് പറഞ്ഞു വിടുന്നുണ്ട് ഞാൻ ഇവിടെയുള്ള ആളല്ല, ഞാൻ റോമിംഗ് ആണ്, വെളിയിൽ നിന്ന് വന്നേക്കുന്ന അങ്ങനെയുള്ള സീക്വൻസ് അങ്ങനെ. അപ്പൊ എന്റെ കൂട്ടത്തിലുണ്ട് ശ്രീജിത്ത് നായരുണ്ട്. ശ്രീജിത്ത് ചില ഇങ്ങനത്തെ ഹ്യൂമറൊക്കെ ഭയങ്കരമായിട്ട് പറയും. അപ്പൊ റാഫി മക്കാട്ടിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് അംഗീകരിക്കും. ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ശ്രീജിത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ ചില ആ റോമിംഗ് ഒക്കെ പുള്ളി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ഇതിനകത്ത് പാണ്ടിപ്പടയിൽ ഒരുപാട് സീക്വൻസ് ഈ ശ്രീജിത്താണ് ഇങ്ങനത്തെ ഹ്യൂമർ പറഞ്ഞു കൊടുക്കുന്നത്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള കാര്യമാണ്. പ്രകാശ് രാജിനെ സമ്മതിച്ചു കൊടുത്ത ഒരു സാധനമാണ് അവസാനം ഇയാൾ വണ്ടിയിൽ കയറിയിട്ട് ഈ പോലീസ് ജീപ്പിൽ കയറി ഇരുന്നിട്ട് ഇയാള് ദിലീപിനോട് പറയുന്നുണ്ട് എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല,
എനിക്ക് നീ എൻ്റെ അരിയനായിരിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ എന്നാ മോഡുലേഷൻ അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്, അയാൾ എന്നാ എക്സ്പ്രഷൻ ആണെന്ന് അറിയത്തില്ല. ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. അതുപോലത്തെ ഒരു എക്സ്പ്രഷനാണ് പുള്ളി കിട്ടത്. ആ കണ്ണിന്റെ പവർ അത് പ്രകാശരാജും ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ കണ്ടുപഠിക്കണം. ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് കൊതി തോന്നുന്നുണ്ട് അവരുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യണമെന്ന്. മലയാളത്തിൽ വന്നു, പക്ഷെ ഒന്നും ഇത്രയും ഇതിനകത്ത് മറ്റേ ഗില്ലിക്കകത്ത് അതേ ടൈപ്പ് ഒരു വില്ലനാണ് ഞാൻ ശരിയാ. അതിനകത്ത് അങ്ങനെ അത് പക്ഷെ പാണ്ഡി എന്ന് പറഞ്ഞ ഭയങ്കര ഒരു വില്ലൻ തന്നെയാണ്. പക്ഷെ അയാൾ ഇങ്ങനെ പെണ്ണിനോടുള്ള സ്നേഹം വെച്ചിട്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അന്ന് വരെ കാണാത്തൊരു നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മനുഷ്യനാണ്. പ്രകാശരാജിനെയൊക്കെ കണ്ടു പഠിക്കണം. എനിക്കറിയാം. കാരണം പിന്നെ ഡിസിപ്ലിനും അതുപോലെ തന്നെ. ഇപ്പം നമ്മൾ കാലത്ത് ഇപ്പം 8 മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് പുള്ളി എത്തിയിരിക്കും. വിത്ത് മേക്കപ്പ് വന്നിരിക്കും. അതിനകത്ത് അവിടെ വന്നിട്ട് പിന്നെ മേക്കപ്പ് ചെയ്ത് സമയം കളയുക അങ്ങനെയൊന്നും. അപ്പൊ ഞാനും PC ശ്രീരാമും കൂടെ ഒന്നിച്ചു പഠിച്ചു എന്നൊക്കെ ഉള്ളതൊക്കെ പുള്ളിയോട് പറഞ്ഞു. PC ശ്രീരാമിന് ഭയങ്കര റെസ്പെക്റ്റ് പുള്ളി. അതുകൊണ്ട് എന്നോടൊരു പ്രത്യേക റെസ്പെക്ട് പുള്ളി കാണിച്ചിരുന്നു. ഈ അടുത്ത സമയത്ത് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ഇതിന് പുള്ളിയായിരുന്നല്ലോ ജൂറി. അപ്പോൾ ജിബു ജേക്കബ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജിബു ജേക്കബ് അവിടെ ജൂറി ആയിട്ട് പോയി. അപ്പൊ എന്നെ കുറിച്ച് ചോദിച്ചത് ഭയങ്കര റെസ്പെക്റ്റ് ആ പുള്ളി.